ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറയണ്ട, ഗുഡ് ആഫ്റ്റർനൂൺ പറയേണ്ടി വരും. സമയം 12 മണി എങ്ങാനായി. ജസ്റ്റ് ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. ഇന്നലെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. കാരണം ഞാൻ തന്നെ പറയാം കേട്ടോ. ഇന്നലെ കുറച്ച് തോനെ ഞാൻ കരഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് കരയാൻ മാത്രം എന്തുവാ ഇത്ര വിഷയം എന്നുള്ളത്. അത് സങ്കടം കൊണ്ടുള്ള കരച്ചിലല്ല കേട്ടോ, സന്തോഷം വന്നിട്ട്. ഇന്നലെ ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മോൻ എനിക്കൊരു സാധനം കൊണ്ടുത്തന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നൊരു സാധനമാണ് ഇന്നലെ എൻ്റെ കയ്യിൽ വന്ന് ചേർന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. ഞാൻ കുറേ ഇരുന്ന് കരഞ്ഞു. സന്തോഷം വന്നാലും കരയുക എന്ന് പറയുന്നത് ഒരു സുഖമുള്ള പരിപാടിയല്ലേ. കാരണം അത്രമേൽ നമ്മൾ ആഗ്രഹിച്ച്, അത്രമേൽ നമ്മൾ എന്താ പറയുക, കഷ്ടപ്പാടുകൾ സഹിച്ച് കിട്ടുന്നൊരു സാധനത്തിന് അത്രമേൽ വിലയുണ്ടാവും എന്ന് പറയും. നമ്മൾ ഈ പ്രണയത്തെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് എപ്പോഴും പറയാറില്ലേ, അത് അത്രമേൽ കഷ്ടപ്പെട്ടിട്ട് വേണം നമ്മുടെ കയ്യിലത് കിട്ടാൻ, എന്നാലേ അതിന് വാല്യൂ ഉണ്ടാവുള്ളൂ എന്ന്. അതേപോലെ അത്രമേൽ കഷ്ടപ്പെട്ടിട്ട് എനിക്ക് കൈ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഇമോഷണലി ആയിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പറയാൻ പറ്റുന്നില്ല, എനിക്ക് സങ്കടം വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ആ സങ്കടത്തിൽ ഒരു സന്തോഷമുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. അങ്ങനെ രാത്രി ഞാൻ ആ ടീച്ചറുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചറോട് വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് ഛർദ്ദിച്ചു. പിന്നെ തലവേദന സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ നേരെ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, എന്തേ ഇങ്ങ് പോകുന്നതെന്ന് ചോദിച്ചു. എന്നെ അറിയുന്ന ഡോക്ടറാട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഒരുപാട് കരഞ്ഞായിരുന്നു ഇന്ന്. അപ്പോൾ ഡോക്ടർ എൻ്റെ മുഖത്ത് നോക്കി, ഇതിന് മാത്രം എന്തുവാന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, സങ്കടം കൊണ്ടല്ല ഡോക്ടറെ, സന്തോഷം കൊണ്ടാണ് കരഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചാൽ സന്തോഷം കൊണ്ടാരെങ്കിലും ഇങ്ങനെ കരയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കരയും ഡോക്ടറെ. അങ്ങനെ എനിക്ക് ഇഞ്ചക്ഷനൊക്കെ വെച്ചു. 12 മണി 12:30 ആയി വീട്ടിൽ തിരിച്ചെത്താൻ. അപ്പോൾ പിന്നെ എനിക്ക് ഡെയിലി കുടിക്കേണ്ട ഗുളികയുണ്ടല്ലോ, എനിക്ക് അവിടുന്ന് ഉറങ്ങാനുള്ള ഒരു ഇഞ്ചക്ഷൻ അടിക്കാറുണ്ട്. ഇവിടെ വന്ന് സ്ലീപ്പിംഗ് പിൽസും കുടിച്ചു. പിന്നെ യാതൊരു ബോധമില്ല. മോൻ വന്ന് വിളിച്ച, ഉമ്മ ചായ കുടിക്കണ്ടേ എന്ന് ചോദിച്ചിട്ട്. അപ്പോഴേക്കും അവന് ഹോട്ടലിൽ പോയിട്ട് ചായയൊക്കെ മേടിച്ച് കട്ടനൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം കേട്ടോ എന്നെ വിളിക്കുന്നത്. അവന് നിങ്ങൾക്ക് ഇന്നലത്തെ ലൈവ് എടുത്ത് നോക്കിയാൽ കാണാം, ഉമ്മാൻ്റെ കിളി പോയി എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അവന്. അപ്പോൾ എന്താ ചെയ്യുക, ഞാൻ ചിരിച്ചാലും കരഞ്ഞാലും ഹോസ്പിറ്റലിൽ പോകുന്നൊരവസ്ഥ. പക്ഷേ എന്നെയൊക്കെ സംബന്ധിച്ച് ഒട്ടും കരയാനൊന്നും പാടില്ല കേട്ടോ, ടെൻഷൻ അടിക്കാൻ പാടില്ല. എനിക്കറിയില്ല, ഒരുപാട് സന്തോഷം വരുമ്പോൾ നമ്മൾ എന്തിനാണ് ടെൻഷനാവുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ കൂട്ടുകാരിയുണ്ട്, അവളെന്നോട് ചോദിച്ച്, പടിവായിട്ടൊന്ന് കാളിച്ചായിരിക്കില്ലേ എന്ന്. ഞാൻ പറഞ്ഞാൽ എനിക്ക് അടിവായിട്ട് കാളിച്ച ഒരു എന്താ പറയുക. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് ഒരുറക്കമൊക്കെ കഴിഞ്ഞു. എഴുന്നേറ്റു, ചായ കുടിച്ചു. അപ്പോൾ ഉറക്കിൻ്റെ ക്ഷീണം പോയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി കിടന്ന് ഉറങ്ങിയാലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാം. ഞാൻ കരഞ്ഞ വിവരം അറിയുമ്പോൾ ചിരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാകും. പക്ഷേ നിങ്ങളോടായിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, ചിരിക്കേണ്ട അടുത്ത് ഞാൻ കരഞ്ഞതാ. എൻ്റെ മോനെന്നെ കളിയാക്കി, എന്തോ അമ്മ നിങ്ങൾ എന്തിനൊക്കെ അറിയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ സന്തോഷം കൊണ്ടാണ്. സന്തോഷം വന്നാൽ ആരെ കരയോ അമ്മ എന്ന് വെച്ചാൽ. പക്ഷേ ഈ ഒരു സന്തോഷത്തെ ഞാൻ കരഞ്ഞിട്ട് വരവേ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തുടർന്ന് പറയാലോ. ഞങ്ങൾ ഈ പറഞ്ഞതോണം മതപരമായിട്ടൊരു കാര്യം പറയാറുണ്ട്. പ്രസവ സമയത്ത് കരയുകയും മരണസമയത്ത് ചിരിക്കുകയും ചെയ്യണം എന്നൊക്കെ പറയുന്ന കേൾക്കാം. പക്ഷേ എൻ്റെ മോനെ ഞാൻ പ്രസവിച്ചപ്പോൾ ഞാൻ ആദ്യം കരഞ്ഞതാ. എന്താണെന്നറിയോ, പെൺകുട്ടിയല്ലാന്ന് കേട്ടപ്പം എനിക്ക് ഭയങ്കര കരച്ചിലെൻ്റെ പൊന്നോ. എനിക്ക് പെൺകുട്ടിയല്ല എന്ന് കേട്ടപ്പോൾ ഭയങ്കര. പിന്നെ മോളുണ്ടാവണമെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ നേർച്ചകളൊക്കെ നേർന്നിട്ടുണ്ട്. എൻ്റെ പൊന്നേ, ഞാൻ എത്ര നേർച്ച നേർന്നിട്ടുണ്ടെന്നറിയോ. ഞാൻ അവളെ പെൺകുട്ടിയായ ഫാത്തിമ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ
വേറെ 2 ഫാത്തിമ്മമാരുണ്ട്. നമുക്ക് ഫസ്റ്റിൽ മുഹമ്മദ് ഫാത്തിമ എന്നൊക്കെ പറഞ്ഞ് വിളിക്കല്ലോ. അപ്പോൾ ഈ പറഞ്ഞതുകൊണ്ട് ഉമ്മ പറഞ്ഞ അവളെ നമുക്ക് ആയിഷോ എന്ന് വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞു പറ്റൂല, അവളെ ഫാത്തിമ എന്ന് തന്നെ വിളിക്കണം, എനിക്ക് നേർച്ചയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവളെ ഫാത്തിമ എന്ന് വിളിച്ച്. പക്ഷേ മോനെ പ്രസവിച്ചോ ഞാൻ കരഞ്ഞതുകൊണ്ട് അതേപോലെ തന്നെ മോളെ പ്രസവിച്ചോ ഞാൻ ഗംഭീര കരച്ചിലായിരുന്നു. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. ആദ്യം ആൺകുട്ടിയാന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞ്, രണ്ടാമത് പെൺകുട്ടിയാന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞ്. ഞാൻ സന്തോഷം വന്നാലും സങ്കടം വന്നാലും കരയുന്ന ഒരാളാണ്. പക്ഷേ നമുക്ക് ഈ ഒരു സന്തോഷത്തിൽ ഇന്നലെ ടീച്ചർ എന്നെ കുറേ ചോദിച്ചു, നീ എന്നാത്തിനാടി കൊച്ചേ ഇങ്ങനെ വിഷമിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ടീച്ചറെ സന്തോഷം കണ്ടോ. എനിക്ക് ടീച്ചറെ കാട്ടിലും ഇക്കാക്ക എൻ്റെ കൂടെ പുറപ്പാട്ടോ. ഇക്കാക്കൊക്കെ എന്നെ കളിയാക്കി, എന്നെ കരയുന്നതുകൊണ്ട് എന്നെ എല്ലാവരും കളിയാക്കി. എനിക്ക് ഇന്നലെ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യണമെന്ന്. പക്ഷേ എനിക്ക് ആ കരഞ്ഞിട്ട് പിന്നെ എനിക്ക് അപ്പോഴേ തലവേദനയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ വൈകിട്ടത്തെ ലൈവ് എടുത്ത് നോക്കിയാൽ കാണാം. ആ ലൈവായിട്ട് തന്നെയാണ് ഇവൻ സാധനം കൊണ്ടുപോയി. എന്താ സാധനം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എത്രയോ ആൾക്കാർ പറഞ്ഞു തൊലക്കി എന്ന് പറയുന്നുണ്ട്, പക്ഷേ സാധനം എന്താണെന്ന് ഞാൻ പറയൂല. അപ്പോൾ അവനിങ്ങനെ കൈ കൊണ്ട് തന്നപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞപ്പോൾ ഒന്നനെ പറയുന്നു, ഉമ്മാൻ്റെ കിളി പോയിക്കുക. എന്തല്ലേ ചെയ്യുക. അങ്ങനെയാണ് ഞാനെന്ന വ്യക്തി അങ്ങനെയാണ്. സന്തോഷം വന്നാലും സങ്കടം വന്നാലും കരയും. ഡോക്ടർ കളിയാക്കിയതിൻ്റെ അതിൽ എന്നല്ല എന്നിട്ട് നരമ്പ് കിട്ടാഞ്ഞിട്ട് ഡോക്ടർ വന്ന് 2 പ്രാവശ്യം വന്ന് പിന്നെ എന്നോട് പറഞ്ഞു നമ്മൾ ബട്ടക്സിൽ കുത്ത് തന്നു. ഞാൻ പറഞ്ഞു ഡോക്ടറെ കുണ്ടിക്ക് കുത്തല്ലി ഡോക്ടറെ, എനിക്ക് കടിച്ചിലെടുത്തിട്ട് നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചിരിക്കുക. ബട്ടക്സ് എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാനത് മലയാളത്തിൽ പറഞ്ഞപ്പോയി. അപ്പോൾ ഡോക്ടർ ചിരിക്കുക, കാരണം ഇരുന്ന് വരയ്ക്കുന്നതാണല്ലോ, ഭയങ്കര കടിച്ചില്ല ബട്ടക്സിൽ ഇത് ഇതാക്കിയാൽ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എന്താ സന്തോഷ വാർത്ത നിങ്ങൾക്ക് അറിയണ്ടേ? 2 ദിവസം കൂടി കഴിയട്ടെ ഞാൻ പറയാം. കുറച്ച് ദിവസം കൂടിയുള്ളു. അപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ട് അരുണിൻ്റെ കല്യാണം, അരുൺ നല്ല ഡ്രസ്സൊക്കെ പോയി എടുത്തുട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ കുറച്ച് കളർ കോഡ് നോക്കുന്നുണ്ട്. അപ്പോൾ അവന് എൻ്റെ സെയിം കളറൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ ആ ഒരു ഷെയ്ഡ്. പക്ഷെ എത്താത്തക്ക് അത് കിട്ടിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഷാനു പിന്നെ പൊതുവേ വൈറ്റ് ആയിരിക്കും. പിന്നെ സിനുവിൻ്റെ കാര്യം എനിക്കറിയില്ല. അപ്പോൾ പൈസ ഡ്രസ്സ് എടുക്കാൻ പൈസ ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ കൊടുക്കണം. അപ്പോൾ സിനുവിനെ ഞാൻ വിളിച്ച് നോക്കിയില്ല. അപ്പോൾ കുറേ ദിവസമായി എന്നെ വിളിച്ചിട്ട്. എൻ്റെ ഏട്ടത്തിൻ്റെ മോനാട്ടോ, 2ാമത്തെ മോന് ഡിഗ്രിക്ക് പഠിക്കാൻ. 1.5 വിളിക്കുക 50 ഉറുപ്പ്യക്ക്. അപ്പം നിങ്ങൾ വിചാരിക്കും ഒരു 50 ഉറുപ്പ്യല്ലേ നിനക്ക് കൊടുത്തൂടെ എന്ന് ചോദിക്കും. ഈ 1.5 വിളിക്കുക 50. ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 10-50,000 രൂപ ഞാനിപ്പോൾ അവന് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമാട്ടോ. കാരണം പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് പഠിക്കുന്നതാണ്. അവനൊന്നും ജോലി ചെയ്ത് പഠിക്കേണ്ട ഒരു ഗതികേടും ഇല്ല കേട്ടോ. അതും ഞാൻ പറഞ്ഞുതരാം. വാപ്പ KSRTC VS ആണ്. അതും ചെറിയ VS എന്നൊന്നും പറയാനില്ല. എത്രയോ വർഷത്തെ 22 വർഷം കണ്ടായി അളിയന് KSRTC കയറിയിട്ട്. അപ്പോൾ ഇയർ അനുസരിച്ച് ഇവർക്ക് സാലറി ഉണ്ടാവുമല്ലോ. അപ്പോൾ അവനെ സംബന്ധിച്ച് അങ്ങനെ പാർട്ട് ടൈം ജോബിനൊന്നും പോകേണ്ട ഒരാവശ്യമില്ല. പക്ഷെ അവനതല്ല, അവന് സ്വന്തമായിട്ട് പഠിക്കണം, സ്വന്തമായിട്ടൊരു നിലയിലെത്തണം. ആ ഒരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നിട്ട് എൻ്റെ വാപ്പൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, വാപ്പേ ഓനൊരു 50 ഉറുപ്പ്യ പിടിക്കുമെന്ന് പറഞ്ഞു. ഈ 50 എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ചെറുതാണ്, പക്ഷെ അവരെ സംബന്ധിച്ച് വലുതാണ്. അപ്പോൾ അവന് ഡെയിലി ഫുഡിനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് അവൻ തന്നെ ജോലിക്ക് പോകും. എന്നിട്ട് ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ, അവൻ്റെ മൂത്തോന് ഷാനു ഇവിടെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞെടാ സിനു എന്നാ 50 ഉറുപ്പ്യൊക്കെ ഒന്ന് റണ്ണ് വിളിക്കുന്നു പറഞ്ഞോടനെ ജെസിത്ത അഞ്ഞേയും വിളിക്കലുണ്ട്. ഞാൻ വിളിച്ച് ചോദിക്കും ഷാനുക്ക എന്തേ ഉണ്ടോയെന്ന്. ഉമ്മനെ വിളിച്ച് ചോദിക്കും 20 ഉറുപ്പ്യക്ക്. വേറെ ആരോ നിന്നെ വിളിക്കും 10 ഉറുപ്പ്യക്ക് എന്നൊക്കെ പറഞ്ഞു. 500 ഉറുപ്പ്യ ദിവസവും ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ പറ്റിച്ചിട്ട് എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിച്ചിട്ട്. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ കരഞ്ഞ വാർത്ത നിങ്ങളോടുകൂടി ഒന്ന് പറയുകയാണ്. കണ്ണൊക്കെ എന്തോ ആയിട്ടുണ്ടല്ലേ.
ഇനി എഴുന്നേറ്റൊന്ന് കുളിച്ച് ഫ്രഷ് ആവണം. അപ്പം തന്നെ ഒരു ഉഷാറാവും. ആ ഒരു കരഞ്ഞതിൻ്റെ ഒരു ക്ഷീണം. അപ്പം അങ്ങനെയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ. പിന്നെ വീഡിയോ ചെയ്യാട്ടോ. മെല്ലെ നെയ്ന്നിട്ട് കുളിച്ച് നോക്കട്ടെ, ഒന്ന് ഉഷാറാവാൻ. ഓക്കെ, ടാറ്റാ.